മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിൻ്റെ പ്രവേശകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 2ാമത്തെ യൂണിറ്റിൻ്റെ പ്രവേശകത്തിൽ നൽകിയിരിക്കുന്നത് കർണനെക്കുറിച്ച്, അല്ലേ, മഹാഭാരത കഥയിലെ ഒരു കഥാപാത്രമായ കർണനെക്കുറിച്ചായിരുന്നു. നമ്മൾ കർണൻ്റെ ദാനശീലത്തെക്കുറിച്ച് പറഞ്ഞു. കർണൻ്റെ കഥയിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലായത്? കർണൻ തൻ്റെ ജീവൻ ത്യജിച്ചിട്ടാണെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ഒരാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു, അതിൽ കൃതാർത്ഥനാവുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കർണൻ എന്ന കഥാപാത്രത്തെ പോലെയുള്ള ഒരുപാട് മഹാന്മാർ ജീവിച്ചിരുന്നതായി നമുക്ക് അറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3-4 പേരുടെ ചിത്രം കണ്ടു, അല്ലേ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച മഹാത്മാഗാന്ധി, അദ്ദേഹം ജീവിച്ചത് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയായിരുന്നു, അല്ലേ. അതേപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ആരാണ് അദ്ദേഹം? ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. 1920കളിലൊക്കെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇവിടെ ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചപ്പോൾ ഇദ്ദേഹം മദ്രാസിൽ പഠിക്കുകയായിരുന്നു. ആദ്യം കോഴിക്കോടാണ് പഠിച്ചിരുന്നത്. അതിനുശേഷം ഉപരിപഠനത്തിനായിട്ട് മദ്രാസിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ നിന്ന് പഠനമൊക്കെ ഉപേക്ഷിച്ച് കോഴിക്കോട്ടേക്ക് മടങ്ങി ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുക്കുകയാണ്. 1921 ഒറ്റപ്പാലത്ത് നടന്ന കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. പിന്നെ ഇദ്ദേഹം ആരംഭിച്ച പത്രമാണ് അൽ അമീൻ എന്ന് പറഞ്ഞ പത്രം. 1924 അൽ അമീൻ എന്ന പത്രം അദ്ദേഹം ആരംഭിക്കുന്നത്. അതേപോലെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിന് തടവ് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ്. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ ഒരു പൊതുപരിപാടി കഴിഞ്ഞിട്ട് ഇദ്ദേഹം അവിടെയുള്ള മുക്കം എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ ഒരു വീട്ടിൽ നിന്ന് രാത്രിയിൽ ഭക്ഷണം കഴിച്ച് മടങ്ങുന്ന വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണം കൊലപാതകമാണെന്നൊക്കെ ആരോപിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യം അങ്ങനെയായിരുന്നു. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ കുറിച്ച് അക്കിത്തം എഴുതിയ കവിതയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. കവിതയുടെ പേര് മരണമില്ലാത്ത മനുഷ്യൻ. നമുക്കാദ്യം കവിയെ പരിചയപ്പെടാം. കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 1926 മാർച്ച് 18 ഇദ്ദേഹം ജനിച്ചത്. പാലക്കാട് ജില്ലയിലെ അമേറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് അക്കിത്തം വാസുദേവൻ നമ്പൂതിരി, പാർവതി അന്തർജനമാണ് മാതാവ്. ആകാശവാണിയിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്നു. മലയാള കവിതയിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ സത്തയും ആധുനികമായ കാവ്യസങ്കേതവും സമ്മേളിപ്പിച്ച കവിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അതായത് ഭാരതീയ സംസ്കാരത്തിൻ്റെ നന്മയുള്ള അംശങ്ങളും അതേപോലെ പുതിയ കാവ്യസങ്കേതമൊക്കെ കൂടിച്ചേർന്ന ഒരു കാവ്യരീതിയായിരുന്നു അക്കിത്തത്തിൻ്റേത്. വി.ടി. ഭട്ടതിരിപ്പാടിനൊപ്പം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും സമൂഹത്തെ പരിഷ്കരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു. സംസ്കാർ ഭാരതി ഉപാധ്യക്ഷൻ, കേരള സാഹിത്യ അക്കാദമി ഉപാധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിന് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ: എഴുത്തച്ഛൻ പുരസ്കാരം, കബീർ പുരസ്കാരം, ആശാൻ പ്രൈസ്, വള്ളത്തോൾ പുരസ്കാരം, ഉള്ളൂർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ജന്മാഷ്ടമി പുരസ്കാരം, സഞ്ജയൻ പുരസ്കാരം, മാതൃഭൂമി പുരസ്കാരം,
മൂർത്തി ദേവി പുരസ്കാരം. ഇതൊക്കെയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? വെണ്ണക്കല്ലിൻ്റെ കഥ, മാനസ പൂജ, അനശ്വരൻ്റെ ഗാനം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, കരതലാമലകം, നിമിഷക്ഷേത്രം, ബലിദർശനം, അമൃതഘടിക, സ്പർശമണികൾ, സമന്വയത്തിൻ്റെ ആകാശം, കുട്ടിക്കവിതകൾ തുടങ്ങിയവ കവിതാ പുസ്തകങ്ങളാണ്. ഉണ്ണിക്കിനാവുകൾ, ഒരു കുല മുന്തിരിങ്ങ, ഇത് രണ്ടും ഇദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യ കൃതിയാണ്. ഈ ഏട്ടത്തി നുണയെ പറയൂ നാടകമാണ് ഇദ്ദേഹത്തിൻ്റെ. ഉപനയനം, സമാവർത്തനം, സഞ്ചാരീഭാവം, ശ്രൗത ശാസ്ത്രപാരമ്പര്യം കേരളത്തിൽ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളാണ്. അക്കിത്തത്തെ പരിചയപ്പെട്ടല്ലോ. ഇനി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ് പഠിച്ചു വയ്ക്കുക. അതേപോലെ അദ്ദേഹത്തിൻ്റെ കൃതികൾ കണ്ടെത്തി വായിക്കുക. മരണമില്ലാത്ത മനുഷ്യൻ എന്ന കവിതയുടെ ആശയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശകലനം ചെയ്യാം.